ഹായ്. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കി. കുറച്ച് ചോറും വെച്ച് ഒരു പയറ് തോരനും, അതായത് ചാർലിക്കും ഓറിയോയ്ക്കും കൂടെ കൊടുക്കണം. മുട്ട റെഡിയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ 2 ചട്ടിച്ചോറും കൂടെ വാങ്ങിച്ച്. അപ്പോൾ ചട്ടിച്ചോറ് വാങ്ങിച്ച്, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇപ്പം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പം അത് ഞങ്ങൾ 4 പേരും ഉണ്ട്. അമല പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അമലയ്ക്കൊരു സർപ്രൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അമല പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് അത് ഞാൻ പിന്നെ കാണിക്കാം, പിന്നെ പറയുകയും ചെയ്യാം. ഇപ്പം ഞങ്ങൾ ചട്ടിച്ചോറ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യണേ. അതെന്നുണ്ടെ ഇങ്ങനെ അവർ നന്നായിട്ട് പാക്ക് ചെയ്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് പൊളിക്കാനൊന്നും പറ്റില്ല, കത്രിക വെച്ച്. ചട്ടിച്ചോറ് വാങ്ങിച്ചാൽ 2 ഗുണമുണ്ട്. ചട്ടിയിൽ ചോറും കഴിക്കാം, ചട്ടിയിൽ നമുക്ക് പിന്നെ കറിയും വെക്കാം. പക്ഷേ ഒരു കാര്യം, ചട്ടിയിൽ കറി വെക്കാന്ന് പറയുന്നത്, നിങ്ങൾ പെട്ടെന്ന് ചട്ടിച്ചോറ് വാങ്ങുന്നവരാണെങ്കിൽ ഈ ചട്ടി പതുക്കെ കഴുകിയെടുക്കാവൂ. അത് ഇത്ര കട്ടിയുള്ളതല്ല. അവർ ചട്ടിച്ചോറിന് വേണ്ടി മാത്രം വാങ്ങിക്കുന്ന ചട്ടിയാണ്. നമ്മൾ കറി വയ്ക്കാൻ വാങ്ങിക്കുന്ന ചട്ടി പോലത്തതല്ല. എല്ലാവരും വിചാരിക്കും ചട്ടിച്ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടിട്ട് കഴുകാമെന്ന്. കഴുകി എടുക്കുമ്പോഴത്തേക്ക് ഒന്നുകിൽ സ്ക്രബ് കൊണ്ട് അതിൻ്റെ മദ്യം പൊട്ടുകയോ എന്തെങ്കിലും ചെയ്യും. അപ്പം ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി അതങ്ങ് ഓപ്പൺ ആക്കിയാലേ. ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ്. ഇത് അന്ന് നമ്മള് മധുരയിലായിരുന്നപ്പോ അച്ഛനമ്മയ്ക്ക് ഓർഡർ ചെയ്ത് തന്നായിരുന്നല്ലേ? അത് ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്നല്ല, അവിടെ വീട്ടിൽ കൊണ്ടുവന്നല്ല. ഇതിലിപ്പോ എന്തൊക്കെ ഉണ്ടെന്നറിയോ? ബീഫ്, അല്ല ബീട്രൂട്ട് തോരൻ, അവിയൽ, ഇത് ഫിഷാണെന്ന് തോന്നുന്നു, ചമ്മന്തി, മുട്ട പൊരിച്ചത്, 2 തൈര് മുളക്, അത് പിന്നെ ഇത് തൈര്, ബാക്കി ചോറ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ഈ ഒരു ചട്ടിച്ചോറിൻ്റെ കൂടെ ഉള്ളതാണ് മീൻകറി, എന്തൊക്കെയാണെന്ന് തോന്നുന്നു, പുളിശ്ശേരി, അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ട്. സാമ്പാറുണ്ട്, പുളിശ്ശേരി, മീൻകറി, തൈര്. അപ്പൊ ഇന്ന് അടിപൊളി ലഞ്ചാണ്. പിന്നെ ഓറിയോയ്ക്കും പിന്നെ നമ്മുടെ ചാർലിക്കും ചോറുണ്ട്. ഓറിയോയ്ക്ക് ചോറും മുട്ടയും, ചാർലിക്ക് ചോറും അവന്റെ ഫിഷിന്റെ ഒരു സംഭവം ഹോസ്പിറ്റലിൽ തന്നതാണ്. അതേ കൊടുക്കാവൂ. അച്ഛനെ കൂടെ വിളിക്കാം. പിന്നെ അമല വരുമ്പോൾ അമലയ്ക്കൊരു സർപ്രൈസും കൂടെയാണിത്. ഇത് മാത്രമല്ല, വേറെ ഉണ്ട്. അതാണ് അമ്മയുടെ ഇന്നത്തെ വേറെ ഉണ്ട്. അത് അമല വരുമ്പോഴത്തേക്ക് അവള് എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ ബോഡി പെയിനൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല. അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു സർപ്രൈസ് അമലയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ, അമല ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കാണ്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏത്തപ്പഴമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മധുരയിലാണെങ്കിൽ ഇങ്ങനെ ഇത്ര പഴുത്ത പഴം കിട്ടൂല. കാര്യം എന്ന് വെച്ചാൽ അവിടെ അവർ പിന്നെ ഓരോ പടല പച്ചയാണ്, പടല വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒരു കയറിൽ കെട്ടി അങ്ങ് ഇട്ടേക്കും. അപ്പോൾ അതവിടെ കിടന്ന് നിന്നൊക്കെ പഴുത്ത് ചിലപ്പോൾ പച്ചയായിരിക്കും. അതുകൊണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് അധികം ഒന്നും വാങ്ങിക്കാറില്ല. പഴംപൊരിക്ക് വേണ്ടി ഒരു ബൗളെടുത്ത് അതിൽ 2 തവി മാവ് ഇട്ട് അതിൽ കളറും ഇട്ടിട്ടുണ്ട്, ഉപ്പും, ഒരു നുള്ളുപ്പും, പിന്നെ 2 സ്പൂൺ പഞ്ചസാര ഇട്ട്. അപ്പം അതൊന്ന് കലക്കി എടുക്കാനായിട്ട് ചൂടുവെള്ളമല്ല, പച്ചവെള്ളമാണ്. കലക്കി എടുക്കാം. നല്ല കട്ടിയായി, തീരെ കട്ടിയല്ല. കുറച്ചുകൂടി വെള്ളം എടുക്കാം.
അത് പഴംപൊരിക്ക് ഏത്തപ്പഴം ഞാൻ എടുത്തു. ഒരു ഏത്തപ്പഴം അത് നമുക്ക് മുറിച്ചിട്ട് രണ്ടാക്കാം. പിന്നെ നിങ്ങൾ ഒരു പഴം ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ച് അതിങ്ങനെ തോട് കളഞ്ഞിട്ട് തോടിങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് മൂന്നാക്കിയിടാം. ഒരു പീസ് ഇട്ട് മൂന്ന് പീസ് ഇതാക്കാം. ഇത് വലുതായതുകൊണ്ടാണ് നല്ല വലുതായിട്ട് കഴിക്കാൻ നമുക്കത് തോന്നുന്നില്ല. മുറിച്ചിട്ടാകുമ്പോഴത്തേക്ക് അത് കഴിക്കാനൊക്കെ നല്ല, അത് കാണാനും ഒരു ഭംഗിയുണ്ട്, കഴിക്കാനും തോന്നും. അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ചെറിയ പീസാക്കി. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. നമ്മുടെ പഴംപൊരി ഇവിടെ എണ്ണയിലിട്ട് ചുട്ടെടുക്കാം. അപ്പം അതിനുവേണ്ടി എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിട്ട് എണ്ണ ഇട്ട് അത് ഇതായി വരുമ്പോൾ മക്കളൊക്കെ പഠിച്ചിട്ട് വരുമ്പോഴേ അമ്മമാർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോഴും അവരും പറയൂ, അമ്മ ഇതൊക്കെ അമ്മ എന്നും ഒരു വെറൈറ്റി ഉണ്ടാക്കി തരണേന്ന് പറയും. അപ്പം അത് നമ്മൾ മക്കൾക്ക് നമ്മൾ ശരിയായി കൊടുക്കണം. ഏതാ അമ്മ വരുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുറച്ച് ദിവസം പറയുന്നു, ഇനി എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒന്ന് ലേറ്റായിപ്പോയി. പിന്നെ ഞാൻ പറയും, എന്തായാലും നമുക്ക് നാട്ടിൽ വന്നിട്ട്, നാട്ടിലുള്ള പഴം നല്ലതല്ലേ, അവിടുത്തതൊക്കെ പഴമെന്ന് പറയാൻ പറ്റില്ല. പച്ച കായ എടുത്ത് മുറിച്ചങ്ങോട്ട് ഇട്ടിട്ട് അത് പഴുക്കുകയുള്ള സമയത്ത് ഒരു പ്രാവശ്യം വാങ്ങിച്ച് അത് ചീത്തയായിപ്പോയി. പഴംപൊരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. തീരെ ബ്രൗൺ ആക്കണ്ട. തീരെ ബ്രൗൺ ആക്കിയാൽ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും. കറിയാക്കരുത്. ഈ ഭാഗത്തിൽ നിന്ന് എടുക്കണം. എങ്കിലേ നല്ലൊരു രുചി കിട്ടുള്ളൂ. നല്ല മധുരം, ആവശ്യത്തിന് മധുരം ഇടണം കേട്ടോ. കൂടുതലായിപ്പോയാൽ പഴത്തിൻ്റെ മധുരവും പഞ്ചസാരയുടെ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വയ്ക്കാം. പിന്നെ അതിലുള്ള ഇങ്ങനത്തെ പൊടി, വേസ്റ്റ് എന്നല്ല, ഇങ്ങനത്തെ പൊടി വരുന്നതിനും കൂടെ മാറ്റിക്കൊണ്ട്, ഇല്ലെങ്കിൽ അത് പിന്നെ അതിൽ കിടന്ന് കരിഞ്ഞ് നമ്മളത് പിന്നെ അഥവാ എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇതാ രണ്ടെണ്ണം കൂടി കൊച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ കൂടിപ്പോയാൽ കഴിക്കത്തില്ല. അതും കൂടെ ആക്കിയിട്ട് നമുക്കൊരു റെഡിയാക്കി എടുത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് കൊടുക്കാം. നിങ്ങൾ ഇവിടെയോ? ഞാൻ കടയിൽ പോയായിരുന്നു. അയ്യോ, തളർന്നു പോയി. നമ്മളേക്ക് വേണ്ടി അമ്മ എന്തൊക്കെയോ റെഡിയാക്കി. ഞാൻ ഭയങ്കര ടയർഡായിപ്പോയി. അതാണ് നമ്മൾ എടുക്കുന്നത്. എൻ്റെ ഇഷ്ടമുള്ള ആഹാരം. ചാർലിനെ കണ്ട് ഇങ്ങനെ കഴിച്ചു. മുടങ്ങി പോയി. ചാർലി ഭയങ്കര മറക്കായിപ്പോയി. സോ ഗൈസ്, നല്ല വിശപ്പം മുണ്ടെടുത്ത് കഴിക്കാം. കൈ കഴുകിയില്ല. പുറത്തോട്ട് നിന്നാലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. വരട്ടെ, അമ്മ എനിക്ക് പറയാം. അമ്മ, എനിക്ക് ഇഷ്ടമുള്ള ഫുഡാണ്. സർപ്രൈസ് ഫാമിലിക്ക് കൊടുക്കുന്നു പറഞ്ഞത് ഇതാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട പഴംപൊരി കട്ടനും. എടുത്താ കൈ കഴിവാൻ നമുക്ക് അമ്മ എടുത്തെന്ന് കഴിക്കില്ല. എനിക്ക് അതാണ് ഇഷ്ടമുള്ളത്. ചൂടാണ്. ഈ ചൂട് കഴിച്ചിട്ട്
ഇല്ല. ചൂടാണ്, കട്ടൻ ചൂടാണോ? വിഷമിട്ട് പോയി ഞാൻ. ഇറങ്ങി വന്നിട്ട് ഒന്നും വാങ്ങിച്ചത് കൂടി ഇല്ല. കഴിച്ചില്ലല്ലേ? അച്ഛനും അമ്മയും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത, നിങ്ങൾ അച്ഛൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിനകത്ത് മറ്റേ എള്ളല്ല ഇടും. പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ അമ്മയുടെ വരെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അച്ഛൻ മറ്റേ പ്രൊഫഷണൽ സാധനം ഉണ്ടാക്കുള്ളൂ. ഇരിക്കും. ക്ഷീണിച്ച് വന്നതല്ലേ, ഇരുന്ന് കഴിക്കത്. എനിക്ക് കാണിക്കണം, ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാണിക്കണം. അതൊക്കെ കാണിക്കാം. ഇത് ഒരു വടി കൂടെ അമൃതയും കൂടെ കഴിച്ചോളൂ. സെറ്റ് സെറ്റ് എന്ന് പറയുമ്പോ മധുരമൊക്കെ എങ്ങനെയാ? മധുരം പ്ലീസ് നമ്മൾക്ക് അത് കട്ട് ചെയ്തിട്ടുണ്ടേ. താഴെ പോയത് വിളിച്ചു വരണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പറയാതെ ചൂട് എന്താ മിലോ. ഞാൻ മിലോ ഫാനാണ്. ഞാൻ ചാർലി എന്നതിന് മുന്നേ മിലോ എന്നൊരു പേര് കണ്ടുപിടിച്ചാണ്. പക്ഷെ സമ്മതിച്ചതല്ല അമ്മ. ഞാൻ മിലോ കൂടെ കഴിക്കട്ടെ. മിലോക്ക് അവരതിൻ്റെ ഡ്രിങ്ക് പൗഡറും തന്നിട്ടുണ്ട്, പിന്നെ അല്ലാതെ ചോക്ലേറ്റ് കൊടുത്ത് സ്നാക്സും തന്നിട്ടുണ്ട്. രണ്ടും കഴിക്കാൻ പറ്റും. എല്ലാം കൈ കഴുകിയിട്ടേ കഴിക്കത്തുള്ളൂ. എന്തായാലും കഴിക്കണം. ഇന്ന് ഞാൻ നല്ലൊരു മിൽക്കല്ല ബ്ലാക്ക് ടീ കഴിക്കും. മലേഷ്യ പോകുമ്പോ മില്ലോന്റെ ഐസ്ക്രീം പൊന്നോ സെറ്റ് സാധനം. ഞാൻ റെഡി ആയിട്ടില്ല. ഓക്കെ.